നമസ്കാരം. ബ്ലേക്ക് ക്രൗച്ചിന്റെ മൈൻഡ് ബെൻഡിംഗ് സയൻസ് ഫിക്ഷൻ ത്രില്ലറായ ഡാർക്ക് മാറ്റർ നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ. വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിഗംഭീരമായ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തരുന്ന തികച്ചും സിനിമാറ്റിക്കായ ഒരു സൃഷ്ടിയാണിത്. അപ്പോ ഒട്ടും വൈകാതെ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ എക്കാലവും സ്വപ്നം കണ്ട, നിങ്ങൾ ജീവിക്കാൻ കൊതിച്ച ആ ജീവിതം മറ്റൊരാളല്ല, നിങ്ങൾ തന്നെ നിങ്ങളിൽ നിന്ന് മോഷ്ടിച്ചാലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലല്ലേ? ഈയൊരു ഞെട്ടിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് കഥയുടെ തുടക്കം തന്നെ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഒരു സൈക്കോളജിക്കൽ ടെററിലേക്ക് വലിച്ചെറിയുകയാണ്. ഡാനിയല, ഇപ്പോൾ നിന്റെ കൂടെയുള്ള ജേസൺ ഒറിജിനലല്ല, അതൊരു വ്യാജനാണ്, എന്നെ വിളിക്കൂ. ഈ ഒരൊറ്റ സന്ദേശം മതി ആ സീനിന്റെ ഭീകരത മനസ്സിലാക്കാൻ. സ്വന്തം ഭാര്യയെ മറ്റൊരു ലോകത്തുനിന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്ന ജേസൺ എന്ന നായകന്റെ തകർന്നടിഞ്ഞ അവസ്ഥയാണിത്. സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ക്രൂരമായി വലിച്ചെറിയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതും സ്വന്തം ജീവനുവേണ്ടി യാചിക്കേണ്ടി വരുന്നൊരു ഗതികേട്. പ്ലീസ്, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് ജേസൺ പറയുന്നത് കേൾക്കുമ്പോൾ അയാളുടെ ആ നിസ്സഹായതയും ഭയവും നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോ ദ റോഡ് നോട്ട് ടേക്കൻ, നമ്മൾ തിരഞ്ഞെടുക്കാതെ വിട്ട വഴികൾ. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ ഇതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് നോക്കാം. പുറമേ നിന്നുള്ള ആ ഒരു ഡാർക്ക് സിനിമാറ്റിക് ലുക്ക് കണ്ടാൽ ഇതൊരു പക്കാ ഫാസ്റ്റ് പേസ്ഡ് സയൻസ് ഫിക്ഷൻ ത്രില്ലറാണെന്നേ തോന്നൂ. അതിലെ സംശയമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഉള്ളറകളിലേക്ക് പോയാൽ ഇതിന്റെ യഥാർത്ഥ കാതൽ എന്ന് പറയുന്നത് വളരെ ഡീപ്പായ ഒരു പ്രണയകഥയാണ്. സയൻസ് ഫിക്ഷനും പ്രണയവും തമ്മിലുള്ള കിടിലൻ കോമ്പിനേഷൻ. ഇവിടെയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ആ വ്യത്യാസം വരുന്നത്. നോക്കൂ, നമ്മൾ ആദ്യം കാണുന്ന ജേസൺ വളരെ സാധാരണക്കാരനായ ഒരു കുടുംബനാഥനാണ്, ഒരു കോളേജ് പ്രൊഫസർ. എന്നാൽ രണ്ടാമത്തെ ജേസൺ അങ്ങനെയല്ല. ലോകങ്ങൾ താണ്ടാൻ കഴിയുന്ന ഒരു വലിയ മൾട്ടിവേഴ്സ് ബോക്സ് തന്നെ നിർമ്മിച്ചെടുത്ത അതിബുദ്ധിമാനായ, എന്നാൽ തീർത്തും ഏകാഗിയായ ഒരു സയന്റിസ്റ്റ്. സ്വന്തം ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ട ഈ രണ്ടാമനാണ് ആദ്യത്തെ ജേസനെ കിഡ്നാപ്പ് ചെയ്ത് അയാളുടെ കുടുംബം തട്ടിയെടുക്കുന്നത്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇൻസൈഡ് ദ മൾട്ടിവേഴ്സ് ബോക്സ്, ഈ ഒരു ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിനു പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ശരിക്കും ഈ ഡാർക്ക് മാറ്റർ? ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ ഒരുമിച്ചു നിർത്തുന്ന, നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത ആ ഒരു അദൃശ്യ ശക്തിയുണ്ടല്ലോ, അതാണ് സംഭവം. സമാന്തര ലോകങ്ങളെ, അതായത് ഓൾട്ടർനേറ്റ് റിയാലിറ്റികളെ ഒരുമിച്ചു നിർത്താനും അവയിലൂടെ സഞ്ചരിക്കാനും ജേസൺ ഉപയോഗിക്കുന്നത് ഇതേ ശാസ്ത്രതത്വമാണ്. സ്വന്തം കുടുംബത്തെ തിരിച്ചുപിടിക്കാൻ ജേസൺ നടത്തുന്ന വിശ്രമമില്ലാത്തൊരു പോരാട്ടമുണ്ട്. ശരിക്കും ശ്വാസം അടക്കിപ്പിടിച്ചു മാത്രമേ നമുക്കത് കണ്ടിരിക്കാൻ കഴിയൂ. ചിക്കാഗോയിലെ ആ കിഡ്നാപ്പിംഗിൽ തുടങ്ങി മറ്റൊരു സമാന്തര ലോകത്ത് പെട്ടുപോകുന്നതും പിന്നീട് ആ ബോക്സിൽ പ്രവേശിച്ച് പല ലോകങ്ങളിലൂടെ അതിജീവിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതും, ഇതൊരു രക്ഷയുമില്ലാത്ത സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിലെ ഏറ്റവും ക്രൂഷ്യലായ പോയിന്റ് എന്താണെന്നറിയാമോ? നമ്മൾ ജീവിതത്തിലെടുക്കുന്ന ഓരോ ചെറിയ തീരുമാനവും തികച്ചും യഥാർത്ഥമായ മറ്റൊരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്. അതായത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം എത്രത്തോളം യാഥാർത്ഥ്യമാണോ അത്രത്തോളം തന്നെ യാഥാർത്ഥ്യമാണ് ഈ മറ്റ് സമാന്തര ലോകങ്ങളും. കേൾക്കുമ്പോൾ തലവെരുക്കുന്നുണ്ടല്ലേ? 8000 ഓൾട്ടർനേറ്റ് ചിക്കാഗോസ്. ജേസനും കൂട്ടുകാരി അമാണ്ടയും ആ ബോക്സിന്റെ ഓരോ വാതിലുകളും തുറക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്വന്തം ലോകം കണ്ടുപിടിക്കാൻ അവർ നേരിടുന്ന അപകടങ്ങളുടെ ഒരു സ്കെയിലൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ വാതിൽ തുറക്കുമ്പോഴും അവർ നേരിടുന്നത് ഓരോ ഭീകര ലോകങ്ങളാണ്. ചാരത്തിൽ മൂടിയ നഗരം, കൊടും തണുപ്പുള്ള മഞ്ഞുമൂടിയ ലോകം, ഭയാനകമായ പ്ലേഗ് ബാധിച്ച സ്ഥലം, ഇനി അതല്ലെങ്കിൽ ഡാനിയല ഇല്ലാത്ത മറ്റൊരു ചിക്കാഗോ. ശരിക്കും സർവൈവലിന്റെ ഏറ്റവും വലിയൊരു പോരാട്ടം തന്നെയാണിത്. വെറും 44. ആ ബോക്സിലൂടെ സഞ്ചരിക്കാൻ അവരെ സഹായിക്കുന്ന മരുന്നുകളുടെ എണ്ണമാണിത്. അനന്തമായ ആ പ്രപഞ്ചങ്ങൾക്കിടയിൽ നിന്ന് സ്വന്തം ലോകം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അവരുടെ കയ്യിലുള്ളത് ഈ 44 ചാൻസുകൾ മാത്രമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരൊറ്റ നമ്പറാണ് തുടർന്നങ്ങോട്ട് ഏറ്റവും വലിയ സസ്പെൻസ് നിലനിർത്തുന്നത്. ദ ബാറ്റിൽ ഓഫ് ദ ജേസൺസ്. കഥയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കാണ്. ടെൻഷൻ അതിന്റെ പീക്കിലെത്തുന്ന, അക്ഷരാർത്ഥത്തിലൊരു സിനിമാറ്റിക് ഫ്രെൻസി എന്ന് വിളിക്കാൻ പറ്റുന്ന ഭാഗമാണിത്. എജാതി ട്വിസ്റ്റാണെന്നറിയാമോ ഇവിടെ സംഭവിക്കുന്നത്? ഡാനിയലുടെ അടുത്തേക്ക് മടങ്ങിയെത്താൻ വഴി കണ്ടെത്തിയ ഒരേ ഒരു വ്യക്തി നമ്മുടെ നായകനായ ജേസൺ മാത്രമല്ല. രക്തം വാർന്നു കിടക്കുന്ന മറ്റൊരു ജേസനോട് നിനക്കിത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി നമ്മളിൽ ഒരാളെന്നാണ്. ലിറ്ററലി ഗൂസ്ബംസ് അടിക്കുന്ന മൊമെന്റ്. സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തത്ര ഭയാനകമായൊരു തിരിച്ചറിവാണിത്.
ഒരേ മുഖമുള്ള, ഡാനിയലെക്കുറിച്ച് ഒരേ ഓർമ്മകളുള്ള ഡസൻ കണക്കിന് ജേസന്മാർ അവിടെയുണ്ട്. അവരെല്ലാവരും ഇപ്പൊ പരസ്പരം വേട്ടയാടുകയാണ്. എല്ലാവർക്കും വേണ്ടത് ഒരേ ഒരു ജീവിതമാണ്. അവരെ നിനക്കെന്തിനു കിട്ടണം എന്നവർ പരസ്പരം ചോദിക്കുന്ന ആ ഒരു ഭ്രാന്തമായ അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ സ്റ്റോറിയുടെ ഹൈലൈറ്റ്. അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു സ്പീഡ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ജീവൻ നിലനിർത്താൻ വേണ്ടി ആ കുടുംബം ഒരുമിച്ച് ഏറ്റവും ഭയാനകമായൊരു തീരുമാനമെടുക്കുകയാണ്. ഒരു വശത്ത് ഒറിജിനൽ ജേസൺ തന്റെ കുടുംബവുമായി ഒന്നിക്കുമ്പോൾ, മറുവശത്ത് ബാക്കിയുള്ള ജേസന്മാർ തമ്മിൽ ക്രൂരമായ യുദ്ധം നടക്കുന്നു. അവസാനം ഗത്യന്തരമില്ലാതെ ജീവനും കൊണ്ട് ആ കുടുംബം ഒന്നടങ്കം വീണ്ടും ആ ബോക്സിലേക്ക് തന്നെ ഓടിക്കയറുകയാണ്. ഐഡന്റിറ്റി ആൻഡ് സെക്കൻഡ് ചാൻസസ്. ഈ അതിഗംഭീരമായ യാത്രയുടെ അവസാനം നമ്മളിൽ അവശേഷിപ്പിക്കുന്ന വളരെ ഡീപ്പായ ചില ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൗതുകം തോന്നുന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്. ആ മൾട്ടിവേഴ്സ് ബോക്സിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ മനസ്സും വികാരങ്ങളുമാണ്. ഭയത്തോടെയാണ് നീ അതിലേക്ക് പോകുന്നതെങ്കിൽ ആ ഭയമായിരിക്കും നിനക്ക് അവിടെ കിട്ടാൻ പോകുന്നത് എന്ന് ജേസൺ മകനോട് പറയുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലേ? വെറുമൊരു സയൻസ് ഫിക്ഷൻ എന്നതിനുപരി ഭയങ്കരമായൊരു ഇമോഷണൽ കണക്റ്റീവ് സ്റ്റോറി നൽകുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന വലിയൊരു ചോദ്യം, അതുപോലെ നമ്മുടെ മോഹങ്ങളും കുടുംബവും തമ്മിലുള്ള സംഘർഷം, പിന്നെ എല്ലാറ്റിനുമുപരി നമ്മളെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്ന സ്നേഹം എന്ന വലിയ വികാരം, ഇതെല്ലാമാണ് ഇതിന്റെ യഥാർത്ഥ കോർ. അപ്പോ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈയൊരു ചോദ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാതെ വിട്ട, എന്നാൽ ഒരൊറ്റ തവണയെങ്കിലും ഒന്ന് ജീവിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ചിന്തിച്ചു നോക്കൂ. അപ്പോ ഇത്രയും നേരം എന്നോടൊപ്പം ഈ ഡാർക്ക് മാറ്റർ യൂണിവേഴ്സിലൂടെ സഞ്ചരിച്ചതിന് വലിയ നന്ദി. വീണ്ടും കാണാം.